ഹലോ ഗൈസ്, ഇതാ ഞാൻ ഇന്ന് അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂരുകാരുടെ മെയിൻ ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. അപ്പോൾ നമ്മൾ കണ്ണൂരുള്ളവരെല്ലാം കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല ഐറ്റമാണ് അരിയുണ്ട. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ വീട്ടിൽ ചോറ് വെക്കുന്ന അരിയാണ്. ആ അരി എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് വറുത്തെടുക്കുക എന്ന് വേണ്ടത്. അത് നമ്മൾ കൈ മാറാണ്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുമ്പോഴാണ് നമ്മൾ അരി ഉണ്ടക്ക് പാകത്തിനുള്ള അരി വറുത്ത് കിട്ടുന്നത്. കണ്ട, നല്ല അടിപൊളി കളറായിട്ടില്ലേ. ഇത് നമുക്കിങ്ങനെ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊരു പേപ്പറിലേക്ക് തണിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നേതൂട്ടം വന്നിട്ട് അനക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് ബഹളം വെക്കുന്നത്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഓന് തിന്നാൻ കൊടുത്തിട്ടുണ്ട്. ഓനത് തിന്നുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതായി നമ്മളെ വറുത്ത് വെച്ച അരി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷമാണ് ഞാനിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. പണ്ടെല്ലാം നമ്മൾ ഉരലിലിട്ടിട്ടാണ് ഇടിക്കൽ. ഇപ്പം പിന്നെ ഉരലൊന്നും ഇല്ല. ആദ്യം മുന്നേ നമ്മളെടുത്ത് ഉരലുണ്ടായിനി, ഇപ്പം അതെല്ലാം ഇല്ല. നമ്മൾ മിക്സിയിൽ അരിയുണ്ട തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ഫുൾ തേങ്ങയാണ്. ഫുൾ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതും ഞാനിപ്പോൾ മിക്സീൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ബെല്ലമാണ്. ബെല്ലം നല്ലോണം ഒന്ന് കുത്തി പൊട്ടിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ ബെല്ലത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫുൾ തേങ്ങ ചിരകിയതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഫുൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. എന്നിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. നമ്മൾ മിക്സിയിലിട്ട് ചെന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടിയും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് കറക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി എല്ലാവരും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിനി ഇത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ഒരു റൗണ്ട് ആകൃതിയിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കണ്ണൂരുകാരുടെ മെയിൻ ഐറ്റമായ അരിയുണ്ട തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്